ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഞാനും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. നല്ല തണുപ്പല്ലേ ഇപ്പോൾ? ശരിക്കും ഒരു ഡിസംബർ മാസത്തിൻ്റെ ഫീലിംഗ് ഇപ്പോഴാണ് വന്നത് അല്ലേ? നല്ല തണുപ്പാണ് ഇവിടെ. കാലിക്കറ്റൊക്കെ നല്ല തണുപ്പാണ്, മഞ്ഞുണ്ട്. അപ്പോൾ എന്താ പറയേണ്ടത്, ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഷോർട്സ് ഒന്നും ഇപ്പോൾ ഇടാൻ സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ എന്തിനാ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചത് സമയമില്ലെങ്കിൽ എന്നുള്ളത്. നമ്മുടെ ഒരു ആഗ്രഹമല്ലേ, എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അതുമാതിരി എനിക്കും എന്താ പറയുക, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മാക്സിമം ഞാൻ ടൈം കിട്ടുമ്പോഴൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദി അറിയിക്കട്ടെ. എൻ്റെ ചാനൽ കാണുന്ന, വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാനേ വിചാരിച്ചു, ഞങ്ങളുടെ കുഞ്ഞുണ്ട് ഷോപ്പിൽ. കുഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞങ്ങളുടെ ഒരു കുഞ്ഞു പൂച്ച, വികൃതി, ഭയങ്കര വികൃതിയാണ് കേട്ടോ. അവൻ ഓമനയാണ്. എന്ത് രസമാണെന്നറിയോ, ടൈം പോകുന്നതേ അറിയില്ല അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ. ഒരു എന്താ പറയണ്ടേ, ഭയങ്കര ഒരു വാത്സല്യം തോന്നും. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ചില ചെയ്തികൾ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ സ്വന്തം നിപ്പിള് തന്നെ കുടിക്കുക. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ വിരൽ കുടിച്ച് ഉറങ്ങുകയൊക്കെ ചെയ്യില്ലേ, അതുമാതിരിയാണ് അവൻ. അവൻ്റെ നിപ്പിള് തന്നെ തപ്പി പിടിച്ച് കുടിച്ചിട്ടാണ് അവൻ ഉറങ്ങുക. അപ്പോൾ ഇതൊക്കെ കാണുന്നതുകൊണ്ട് അവനോട് എന്തോ ഒരു പ്രത്യേക വാത്സല്യമാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ് കേട്ടോ അവൻ. സത്യം, ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു മോനെ പോലെ തന്നെയാണ് അവനും. അപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് കുസൃതികളാണ്, കുറുമ്പുകളൊക്കെയാണ്. അപ്പം ഞാൻ അത് ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതിനാണ് വന്നത്. ഇത് കണ്ടു ഫ്രണ്ട്സ്, ഒരു സ്ക്രൂ, ഒരു സാധനം വെക്കാൻ പറ്റില്ല. അവനൊക്കെ എടുത്ത് ഇങ്ങനെ കടിച്ച് ഒക്കെ താളം തെറ്റിക്കും. നമ്മളൊരു കാൽക്കുലേഷനിൽ ഒരു വണ്ടി നമ്മൾ അഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റാതിരിക്കാൻ കറക്റ്റായിട്ട് അതത് സ്ഥാനങ്ങളിൽ വെക്കുകയാണല്ലോ ചെയ്യുക. ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് അവൻ്റേതായ ചില എന്താ പറയുക, വിക്രിയകളൊക്കെ ഒപ്പിക്കുകയാണ്. കണ്ടോ, ഭയങ്കര വികൃതിയാണ്. വികൃതി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കുറുമ്പൻ. കുഞ്ഞു കുഞ്ഞു കുഞ്ഞു, ഞാൻ കുഞ്ഞു എന്നാണ് വിളിക്കുക. കുഞ്ഞു, അവൻ എന്തോ കുഞ്ഞു എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കുഞ്ഞു ഇല്ല, ഭയങ്കര അനുസരണ അല്ലേ, ഭയങ്കര അനുസരണയാണ്. ചില സമയത്ത് നല്ല മോനാണേ, വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരും. കുഞ്ഞൂന്ന് വിളിക്കുമ്പോഴേക്കും ഓടി എത്തും. സുന്ദരനാണ് എൻ്റെ സുന്ദരൻ, എൻ്റെ കുഞ്ഞനാണ് കുഞ്ഞൻ. ഈ ഒരു വികൃതിയാണ് സഹിക്കാൻ പറ്റാത്തത്. കുഞ്ഞു ഇറങ്ങ്, കണ്ടോ, കൈകൊണ്ട് അടിക്കുകയാണ് ചെയ്യുക. ചില സമയത്ത് അവൻ കളിക്കുന്ന മൂഡിലാണ് തലോടാൻ ചെന്നതെങ്കിൽ നല്ല കടിയും മാന്തും കിട്ടും. ചില സമയത്ത് ഉറക്കം വരുന്ന സമയത്ത് താലോലിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ സോഫ്റ്റായിട്ട് ഇരുന്നോളും. ഉഴിഞ്ഞു കൊടുത്താൽ അനുസരണയോടെ നല്ല കുട്ടിയായിട്ടിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ തനി നിറം അവൻ കാണിക്കും. കുഞ്ഞീ കുഞ്ഞീ കുഞ്ഞി, അയ്യോ, ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ തൊഴ നല്ല കടി കിട്ടും. അതുകൊണ്ടാണ് നല്ല കടിയാണ് കിട്ടുക. കണ്ടോ, കടിക്കുന്ന കണ്ടോ എന്നെ, നല്ല കടി കടിക്കും. പക്ഷെ അങ്ങനെ വേദനിപ്പിക്കില്ല കേട്ടോ. പല്ല് വെച്ച് നല്ലോണം അമർത്തില്ല. എന്നാലും ചില സമയത്ത് അവൻ കളിക്കുന്ന മൂഡിലാണെങ്കിൽ ചിലപ്പോൾ കടി നല്ലോണം സ്ട്രോങ് ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ മുറിവൊന്നും പറ്റിയിട്ടൊന്നും അവൻ എന്നെ കടിച്ചിട്ടില്ല. അവിടെ സ്ക്രൂ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവൻ സ്ഥാനം മാറ്റും. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ആ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ പോണ പോക്കാണ്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു കുഞ്ഞു, കുഞ്ഞു വാ.
പാവം മോനാണ്, കണ്ടോ, നല്ല ഒരു പാവം മോൻ. ഉറക്കമുണ്ട് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്, ഉറക്കം വരുന്നുണ്ട്. കണ്ടോ കയ്യിലെ നഖം കണ്ടോ, ഒരു കയ്യിലെ നഖം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറില്ല. അവന് പെട്ടെന്ന് അഗ്രസീവ് ആകുമ്പോഴാണ് ഇങ്ങനെ നഖം പുറത്തേക്ക് വരിക. പക്ഷെ ഇപ്പോൾ ഇന്നെന്തോ നഖം പുറത്ത് നിൽക്കുന്നുണ്ട്. ഈ കയ്യിലില്ല, കണ്ടോ, ഈ കയ്യിൽ നഖം കാണുന്നില്ല. എന്തൊരു സോഫ്റ്റാണെന്നറിയോ കയ്യൊക്കെ. തലോടാൻ സമ്മതിക്കില്ല. ചില സമയത്ത് തലോടി അവൻ കളിക്കുന്ന മൂടൊക്കെ ആണെങ്കിൽ തലോടാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ മെല്ലെ തലോടി കൊടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഉറക്കം വരുന്ന സമയത്താണ് തലോടുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. ഞാൻ നോക്കിയും കണ്ടുനോക്കി അവന് കണ്ടോ, തലോടി കൊടുത്താൽ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് അവൻ്റെ തന്നെ അമ്മിഞ്ഞ തപ്പി പിടിച്ചിട്ട് അവൻ കുടിക്കാൻ തുടങ്ങും. ചെറിയൊരു നിപ്പിളാണ്, പക്ഷെ അത് ഇങ്ങനെ വലിച്ച് കിടക്കും. ഉറക്കം വരുമ്പോഴാണ് ഇങ്ങനെ. ഇനി അങ്ങനെ അത് ചപ്പിയാണ് ഉറങ്ങുക. അപ്പോൾ എന്താ പറയേണ്ടത്, നമ്മളുടെ ചെറിയ കുട്ടികളൊക്കെ വിരൽ കുടിക്കില്ലേ, അങ്ങനെ ഒരു ശീലമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവന് പാവം, ഇവൻ ചെറുപ്പത്തിലേ ഒരു 1.5 മാസമൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്നതാണ്. അവന് പാലധികം കുടിക്കാൻ പറ്റിയിട്ടില്ല, അമ്മയുടെ പാല്. അപ്പോൾ ഇപ്പം അവൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണിത്. ഇപ്പോഴല്ല, അവൻ ഇവിടെ വന്നപ്പോൾ തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വലിയ ചെക്കനായി, എന്നിട്ട് പോലും ഇപ്പോൾ ആ ഒരു ശീലം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഇത് കാണുമ്പോഴാണ് അവനോട് കൂടുതൽ വാത്സല്യം തോന്നുക. ഒരു ചക്കര കുട്ടി. കുഞ്ഞേ